ശബരിമലയിലേത് ആസൂത്രിത സ്വർണ്ണ കവർച്ചയെന്നും CBI അന്വേഷിക്കണമെന്നും BJP നേതാവ് കെ സുരേന്ദ്രൻ. ഒന്നും ഒളിച്ചുവെക്കാനില്ലെങ്കിൽ എന്തുകൊണ്ടാണ് ദേവസ്വം വിജിലൻസ് കേസ് അന്വേഷിക്കുന്നതെന്നും കെ സുരേന്ദ്രൻ ചോദിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന് സ്വർണം ഒരു വീക്ക്നെസ് ആണ്. സ്വർണത്തിന് 1 ലക്ഷം രൂപ വില വരുമെന്ന് ഉപദേശകൻ പറഞ്ഞുകൊടുത്തു കാണും. സ്വർണ്ണക്കടത്തുകാരിൽ നിന്നും ഇവർ സ്വർണം തട്ടിപ്പറിക്കുന്നു. ഔറംഗസീബിനേക്കാൾ വലിയ കൊള്ളക്കാരനാണ് പിണറായി വിജയൻ. ശബരിമല സുപ്രീം കോടതി വിധിക്ക് പിന്നാലെയാണ് സ്വർണം തട്ടിയെടുത്തത്. ശബരിമല സംഘർഷ സാഹചര്യത്തിലാണ് തട്ടിപ്പ് നടന്നതെന്നും കെ സുരേന്ദ്രൻ ആരോപിച്ചു. VS അച്യുതാനന്ദന്റെ കാലഘട്ടത്തിൽ പത്മനാഭസ്വാമിയുടെ സ്വർണമെടുക്കാൻ നീക്കം നടത്തി. BJP പരസ്യ നിലപാട് സ്വീകരിച്ചു. ഹൈന്ദവർ ചെറുത്തതുകൊണ്ടാണ് അത് നടക്കാതെ പോയത്. രാഷ്ട്രീയ നേതൃത്വം അറിഞ്ഞുള്ള കൊള്ളയാണ് ശബരിമലയിൽ നടക്കുന്നത്. പിണറായിയും കടകംപള്ളിയും അറിയാതെ തട്ടിപ്പ് നടക്കില്ല. അവതാരങ്ങൾ ഉണ്ടാകില്ലെന്ന് പറഞ്ഞ പിണറായി അവതാരങ്ങളെ തട്ടി നടക്കാൻ പറ്റാത്ത അവസ്ഥയാക്കിയെന്നും കെ സുരേന്ദ്രൻ പരിഹസിച്ചു. സ്വർണം കൊണ്ടുപോകുക ചെമ്പാക്കി മാറ്റുകയെന്നതാണ് ചെയ്യുന്നത്. ചെമ്പട എന്നാണ് പറയുന്നത്. വീരപ്പൻ ഇതിലും മാന്യനാണ്. കായംകുളം കൊച്ചുണ്ണി നല്ല കള്ളൻ. ശബരിമലയിൽ ഇരുന്നും ആസൂത്രണം ചെയ്താണ് ഇതെല്ലാം. പാപക്കറ കഴുകിക്കളയാനാണ് അയ്യപ്പ സംഗമം നടത്തിയത്. 1000 വട്ടം പമ്പയിലോ ഗംഗയിലോ മുങ്ങിയാലും പാപം മാറില്ലെന്നും സുരേന്ദ്രൻ പറഞ്ഞു. NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായരെയും പരോക്ഷമായി കടന്നാക്രമിച്ചു. അയ്യപ്പ സംഗമം നടത്തിയപ്പോൾ പിണറായി നന്നായി എന്ന് ചിലർ പറഞ്ഞു. അവർക്കൊക്കെ ഇപ്പോൾ എല്ലാം മനസ്സിലായില്ലേയെന്നും കെ സുരേന്ദ്രൻ ചോദിച്ചു. സ്വർണ്ണ കവർച്ചയിൽ രാഷ്ട്രീയ മേലാളന്മാർക്ക് പങ്കുണ്ട്. സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി സർക്കാരിന്റെ ആളാണ്. കടകംപള്ളിയോടൊപ്പമുള്ള ചിത്രം പുറത്തു വന്നു. റിയാസിന്റെ കൂടെ പോറ്റി ഉണ്ടെന്ന് പറയുന്നു. ഇതുപോലത്തെ അവതാരങ്ങളെ ആരാണ് നിയമിക്കുന്നതെന്നും കെ സുരേന്ദ്രൻ വിമർശിച്ചു. ചുരുങ്ങിയ ചിലവിൽ വീട്ടുമുറ്റത്തൊരു വിളക്ക്, വൈദ്യുതി വേണ്ട, ബാറ്ററി വേണ്ട, പൂർണ്ണമായും സോളാറിൽ പ്രവർത്തിക്കുന്ന ലൈറ്റുകൾ നിങ്ങളുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ എവിടെയായാലും സ്ഥാപിച്ചു കൊടുക്കുന്നു. ഹാർഡോൾ സോളാർ ലൈറ്റ്സ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 9447132148. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.